നമസ്കാരം. കേരം, അതായത് തെങ്ങുകൾ തിങ്ങി നിറഞ്ഞു നിന്നിരുന്ന ഒരു നാടായിരുന്നു നമ്മുടേത്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിന് കേരളം എന്ന പേര് വന്നത്. എന്നാൽ അത്യാഗ്രഹികളും ആഡംബരപ്രിയരും ദീർഘവീക്ഷണമില്ലാത്തവരുമായ മലയാളികൾ തെങ്ങുകൾ മുറിച്ചു. പാടങ്ങളും തോടുകളും ഒക്കെ മണ്ണിട്ട് നികത്തി. അവിടങ്ങളിലൊക്കെ ബഹുനില മന്ദിരങ്ങൾ ഉയർന്നു. അങ്ങനെ ഭാഗ്യക്കുറിയും മദ്യവും ഒഴികെയുള്ള എന്തിനും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി. അരി ആന്ധ്രയിൽ നിന്ന്, കോഴിയിറച്ചിയും മാട്ടിറച്ചിയും പാലും തമിഴ്നാട്ടിൽ നിന്ന്, മീൻ തൂത്തുക്കുടിയിലും മംഗലാപുരത്തും നിന്ന്, തുണി തിരുപ്പൂരിലും തമിഴ്നാട്ടിലും നിന്ന്, ഉള്ളിയും വെളുത്തുള്ളിയും ഉരുളക്കിഴങ്ങും ഉത്തരേന്ത്യയിൽ നിന്ന്, എന്തിന് അത്തപ്പൂടാനുള്ള പൂക്കൾ തോവാളയിൽ നിന്നും പണിയെടുക്കാനുള്ള തൊഴിലാളികൾ ആസാമിലും ബംഗാളിലും ഝാർഖണ്ഡിലും ഒക്കെ നിന്ന് വരണം. ഈ നാടിന് കേരളം എന്ന പേര് കിട്ടാൻ കാരണമായ തെങ്ങുകൾ മുറിച്ചു തള്ളിയതുകൊണ്ട് ചമ്മന്തി അരയ്ക്കാനുള്ള തേങ്ങയ്ക്ക് പോലും തമിഴ്നാടിനെ ആശ്രയിക്കണം. അതാണ് അവസ്ഥ. നെയ്യാറ്റിൻകര നിന്നും DNA ന്യൂസ് ക്യാമറാമാൻ ജയൻ ശിവൻസ് പകർത്തിയ ആ ദൃശ്യങ്ങളിലേക്ക്. ഈ തേങ്ങ എവിടുന്ന് വരുന്നത്? ഇത് കന്യാകുമാരി. ഇതെങ്ങനെയാണ് കിലോ? 75. സ്ഥിരമായിട്ട് അവിടുന്ന് ഇവിടെ കൊണ്ടുവരാറുണ്ടോ? എല്ലാ ദിവസവും? ഇവിടെ എത്ര കിലോ കൊടുക്കും? 1 ടൺ. 1 ടൺ എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര? 1000 കിലോ. ഇപ്പോഴത്തേക്ക് ഏതാണ്ട് എത്ര തേങ്ങ കാണും പറയാൻ പറ്റൂല അല്ലേ? അപ്പൊ നമ്മളെ കേരളത്തിൽ തേങ്ങ ഇല്ല ഇപ്പോ. തെങ്ങ് മുറിച്ച് കളഞ്ഞല്ലേ? തെങ്ങൊക്കെ തമിഴ്നാട്ടിൽ ചുള്ളക്ക് കൊടുക്കുന്നുണ്ട്. അവിടെ തേങ്ങ 60 വിലയ്ക്ക് വാങ്ങി ഇവിടെ വയ്ക്കുന്നത്. 50 രൂപ വെട്ടുകൂലി കൊടുക്കാൻ മടിച്ചിട്ട് തെങ്ങിനെ മുറിച്ച് കൊടുക്കുന്നുണ്ട് ആൾക്കാർ. 50 രൂപ വെട്ടുകൂലി കൊടുക്കാൻ മടിച്ചിട്ട് തെങ്ങിനെ മുറിച്ചു കൊടുക്കുന്നു. മുറിച്ച് 150 രൂപ കൊടുക്കും വീട്ടുകാർക്ക്. ആ തെങ്ങിന് അവർ ചുള്ളക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് അവർ കൃഷി ചെയ്ത് ലോക്കത്തേക്ക് നമുക്ക് വരും. കരിക്കും ഇതേപോലെ പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ വരും. അപ്പൊ കേരളത്തില് കേരം തിങ്ങും നാടാണ് കേരളം. അപ്പൊ അതൊക്കെ പോയി, അതെല്ലാം പോയി. ഇപ്പൊ തമിഴ്നാട് തിന്നുന്ന കേരളം. ആ, അപ്പൊ നമ്മളെ കേരം തിങ്ങും കേരള നാടിനെ തമിഴ്നാട് തിന്നോണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലുള്ള സാധനം നമ്മളിപ്പോ തിന്നോണ്ടിരിക്കുകയാണ്. ഇപ്പൊ സാധനം ഇല്ല. അപ്പോൾ ഓണമായിരുന്നാലും വിഷു ആയിരുന്നാലും തമിഴ്നാട്ടിൽ നിന്ന് ഇതേപോലെ സാധനം വന്നാലേ നമുക്ക് കഴിക്കാൻ പറ്റൂ. അതിലേക്കോട്ട് നോക്കി പറയും.